ഹായ് മച്ചന്മാരെ, അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു 2 ചേട്ടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടിയാണ് ഓൾ ഇന്ത്യ റൈഡ് ഗൈവ് 1 രൂപി എന്ന് വെച്ചാൽ 5 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു ഇതായിട്ട് ചേട്ടന്മാർ വയനാട് ടു കാശ്മീർ. ഒരു ഈ ചേട്ടൻ ഇതിനകത്തുണ്ട്. നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ചേട്ടാ എന്തുണ്ട്? അടിപൊളി. അപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ. അപ്പം രാവിലെ ഞാൻ നേരെ നമ്മുടെ ശബരിമലയ്ക്ക് ഒരു ചെറിയ ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടു. നമ്മുടെ പോത്തുമൂട് ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അന്നേരമാണ് ഞാൻ കണ്ടത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ കൊണ്ടിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓടി വന്നതാണ്. പിന്നെ എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? പള്ളിയിൽ പോയല്ലേ? ആ ആ വരുന്നത് രണ്ട് ജില്ലയും കൂടെ. അതായത് നമ്മളെ കൊല്ലം, തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളം കഴിയും. പിന്നെ അവിടുന്ന് തമിഴ്നാട് വഴി ആന്ധ്ര, അങ്ങനെ നമ്മൾ കാശ്മീരിലേക്കുള്ള യാത്രയിലാണല്ലേ? അപ്പം കാശ്മീരൊക്കെ ഞാനും ഇനിയും ഉയരങ്ങളിലെത്തുമ്പോൾ കാശ്മീർ നമുക്കൂടെ ഒന്ന് പോകാനൊരു ഇതുണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം വണ്ടിയുടെ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണാമല്ലേ? അടിപൊളി ഡോറൊക്കെയാണ് ചേട്ടന്മാരുണ്ടാക്കിയിരുന്നത്. ഈ വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. ഫാബ്രിക്കേഷൻ്റെ പണിയാണ്. നമുക്ക് ഫാബ്രിക്കേഷൻ്റെ പണിയാണ്. ഇതാണ് ഞങ്ങളുടെ വാഹനം കേട്ടോ, സൈക്കിളും കൊണ്ടുള്ള. അപ്പൊ ഇതെങ്ങനെ ആദ്യം 2 പേരോട് ഒരുമിച്ച് ചവിട്ടോ അതോ? ഇതിപ്പം 2 പേരും, രണ്ടാൾക്കും ചവിട്ടാം, ഒരാൾക്കും ചവിട്ടാം. പിന്നെ ഹാൻഡിലൊക്കെ കണക്ടറാണ്. ഒന്ന് തിരിച്ചാൽ മറ്റൊന്ന് ചെയ്യും. നമ്മളെ പരിപാടി നടക്കുന്നത് ഒരാൾക്ക് വണ്ടി ഓടിച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നതല്ലേ? അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോളെ. ഇത് ചേട്ടാ ഇത് എന്തുവാണ് സംഭവം ശരിക്കും? ഈ ഒരു മിനിയേച്ചർ അത് തന്നെ, ഒരു 5 വീടും അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതെന്താ ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ കുറച്ചുകൂടി പറഞ്ഞ സംഭവമാണോ? യെസ്. ഓക്കെ. അതായത് ഞങ്ങളെ ഞാനിവിടെ ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ലോ? ഒരു കുഴപ്പമില്ല, ചേട്ടൻ ഇരുന്നു. അത് തന്നെയാണ് ഈ വീടിന്റെ ഈ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ്. പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാല് ഞങ്ങൾ ഈ ഓൾ ഇന്ത്യ റൈഡ് വെച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് ഞങ്ങൾ ഈ ടീഷർട്ടിൽ കണ്ടോ, അപ്പൊ ഞങ്ങളുടെ വണ്ടിന്റെ അതിന്റെ ഫ്രണ്ടിലേക്കാണ് ഒരു 1 രൂപീന്റെ പോയിന്റ് ചിഹ്നങ്ങൾ കാണാം. അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങളെ ഈ 1 രൂപി ചലഞ്ച് എന്നുള്ള കൺസെപ്റ്റിലൂടെ 5 ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അങ്ങനെ അത് ആ ഒരു ലക്ഷ്യം വേണ്ടിയിട്ടാണ് 2021 ഡിസംബർ 10 ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഞങ്ങള് ഈ 2.5 വർഷം 2021 ഡിസംബർ 10 ഇറങ്ങിയതാണ്. ആണോ? 2.5 വർഷമായിട്ട് ഇപ്പൊ ഞങ്ങള് 22 സെന്റ് സ്ഥലമൊക്കെ മേടിച്ചിട്ട് ഇവിടെ നമ്മളൊരു 5 മിനിറ്റ് മാറി നിന്നാൽ നമ്മുടെ അമ്മ ഇപ്പം വിളിച്ച പോലെ ഇവിടെ 2010 ഇറങ്ങിയല്ലേ? 2021 ഇറങ്ങിയിട്ട് അപ്പം വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2 പേരും ഇറങ്ങി. ഇപ്പൊ ഞങ്ങള് സ്ഥലമൊക്കെ വാങ്ങി, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഈ 5 വീട്, അത് ഭിന്നശേഷിക്കാരൊക്കെ വീട് പണി വയനാട്ടിലാണ് നടക്കുന്നെങ്കിലും ഈ 14 ജില്ലയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒന്നും അധ്വാനിക്കാൻ പറ്റാത്ത സ്ഥലമോ വീടോ കുടുംബത്തൊന്നുമില്ലാത്ത കുടുംബങ്ങൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. അവരങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ കുടുംബങ്ങൾക്ക് പറഞ്ഞാൽ ചെറിയൊരു സ്വന്തം കൂടെ, അതാണ് ഈ സംഭവം. ഇങ്ങനെ ഒറ്റ കോമ്പൗണ്ടിൽ 5 വീടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് അവരെ ചെയ്യുന്ന ബിസിനസ്, നമ്മുടെ ഈ വില്ല പോലെ. അവർക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ മണ്ടയ്ക്ക് ഓരോ ഷീറ്റ് പോലെ ചെറിയ ഇത് വെച്ചിട്ടുണ്ട്. അത് സോളാർ അതാണ് ഫുൾ സോളാർ. ഇത് ഈ ചെറിയൊരു സാധനം വാട്ടർ ടാങ്ക് കൊള്ളാം, അടിപൊളി കാര്യങ്ങൾ. ഇത് സെക്യൂരിറ്റിയും കാര്യങ്ങളും അതാണ് അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള ബിസിനസ്. അതുകൊണ്ടല്ലേ? ഭിന്നശേഷിക്കാരാണല്ലോ. അപ്പൊ ഇത് അതിന്റെ ഒരു ഫ്രണ്ട് ഗേറ്റും കാര്യങ്ങളും എല്ലാം. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇറങ്ങിച്ചെന്ന് ചേട്ടന്മാർ പിരിവ് നടത്തുന്നുണ്ടോ? ഇല്ല. അപ്പൊ ബക്കറ്റും കാര്യങ്ങളൊക്കെ അത് ഇങ്ങോട്ട് വന്ന് തരുമ്പോ ഞങ്ങളിലേക്ക് കൊണ്ടുവിടും. അപ്പൊ അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അതിശയിപ്പിച്ച വേറെ കാര്യമല്ല, ഇത് കണ്ടോ, ചേട്ടന്മാര് 2 ചേട്ടന്മാരോട് നിന്നിട്ട് ഇവർ ഈ വലിയ വണ്ടി, ഇതിന്റെ അകത്ത് ഒരു ചെറിയ വണ്ടിയുടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് നമ്മുടെ സുഹൃത്താണ്, ഷാരോൺ എന്ന് പറയും. ആള് ഒരു പിന്നെ മിനിയേച്ചർ SB മിനിയേച്ചർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ആളെ ചാനലൊക്കെ ഉണ്ട്. അപ്പൊ ആളാണ് ഞങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് വന്നത്. അയാൾ തന്നെയാണ് ഈ വീടും ഉണ്ടാക്കി തന്നതല്ലേ? പിന്നെ അത് എഴുതിയിട്ടുണ്ട് SB മിനിയേച്ചർ ആൻഡ് ക്രാഫ്റ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട്. കൊള്ളാല്ലേ? അപ്പൊ ഇത് തന്നെയാണ് യൂട്യൂബ് ചാനലിന്റെ പേര്? അതോ ആ ചേട്ടന്റെ പേരാണ്? അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേരല്ലേ? അപ്പൊ ഞങ്ങളത് ഇതാണ് മിഷൻ 1 രൂപി എന്ന് പറയും. മിഷൻ 1 രൂപി എന്ന് പറഞ്ഞോളെ യൂട്യൂബ് ചാനലല്ലേ? ഓക്കെ. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം.
എന്ന് വെച്ചാൽ അപ്പോൾ ചേട്ടന്മാരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ കിടപ്പും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത സൈക്കിൾ കാരവൻ ആണ്. അതായത് വേൾഡ് ഫസ്റ്റ് സൈക്കിൾ കാരവൻ ആണ് ഇത്. നിങ്ങൾ യൂട്യൂബിൽ എവിടെ നോക്കിയാലും നമ്മൾ ഈ വണ്ടി വേൾഡ് ഫസ്റ്റ് സൈക്കിൾ കാരവൻ ടൈപ്പ് ചെയ്യണം നമ്മൾ ഈ വണ്ടിയെ കാണുന്നത്. അപ്പോൾ ഇതിനെ പറ്റി വെച്ചാൽ ബെഡ്റൂമിലാണ് ഈ വണ്ടി. അതായത് ബാത്റൂം ഇല്ല, ബാത്റൂം നമ്മൾ കിടത്തുന്ന അങ്ങനെ ഏതെങ്കിലും പെട്രോൾ പമ്പോ പള്ളികളൊക്കെ കൊണ്ടുപോയിട്ട് ഈ സാധനം നേരെ ഇങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ബെഡായി. പിന്നെ നമുക്ക് കുട്ടിയാണുള്ള ഗ്യാസും കുറ്റിയെല്ലാം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലുണ്ട് ഉണ്ട്. അടിപൊളി ഇതാണോ കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ വന്ന് ഇവരെ സഹായിച്ചിട്ടുണ്ട്. വേറെ ചേട്ടനൂടെ വന്ന് സഹായിക്കുന്നുണ്ട്. ചേട്ടാ പോലെ ഇത് ഞങ്ങളെ കുറിച്ച് അറിയാനുള്ള ചെറിയ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ എവിടുന്ന ഇവിടെ വയനാട് ഇവര് വയനാട് സുൽത്താൻ ബത്തേരി അമ്പലവേല അവിടെ നിന്നാണ് 10 വർഷത്തിന് മുമ്പ് മാനന്തവാടി ജോലി ചെയ്തു. ഓക്കെ താങ്ക് യു. അപ്പൊ അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ അരുണും ചോദിക്കില്ല നമ്മളെ കണ്ട് ഇത് കണ്ടില്ലേ ഇത് കണ്ട് അറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഞങ്ങൾ യാത്രയിലാണ്. കുറഞ്ഞത് 1 രൂപയെങ്കിലും തന്ന് സഹായിച്ചാൽ 5 ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് വീടാകും. പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിലെ പേര്, പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചാനലിലെ എല്ലാ അത് തന്നെ പേരും എല്ലാം അത് തന്നെ. പിന്നെ അപ്പോൾ ചേട്ടാ ഈ വൈകിട്ടത്തെ കിടപ്പും കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങോട്ട് മറിച്ചിട്ടാ ബെഡായി. ഇപ്പം ബാക്കിയുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്യുന്നത് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ പള്ളി. അപ്പം ബാത്റൂമൊക്കെ എല്ലാം കേരളം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള സ്ഥലത്തെ വണ്ടി അപ്പോൾ യൂട്യൂബ് ചാനൽ വരുമാനമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു 2000 സബ്സ്ക്രൈബർ ആവുന്നേ ഉള്ളൂ. എൻ്റെ ചാനലിൻ്റെ പേര് ക്യാപിറ്റൽ വ്ളോഗ്സ് ക്യാപിറ്റൽ വ്ളോഗ്സ് തുടങ്ങി ഇപ്പോൾ ഒരു 2000 ഇപ്പോൾ ഒരു 3-4 വർഷമായി തുടങ്ങിയിട്ട്. ആയിട്ടില്ല. എനിക്ക് ഫാബ്രിക്കേഷൻ്റെ പണിയാണ്. എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. നമ്മൾ നാട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ ടൂറ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ നമുക്കൊരു 4000 വാച്ച് ടൈം ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടിയെല്ലാം നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്കിൽ പെടുന്നതാണ്. സ്ലൈഡിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പം ഫാനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെന്തോ ലൈറ്റ് എങ്ങനെ ബാറ്ററിയാണോ? അത് കാണാൻ പറ്റൂല. ഇപ്പോൾ ചേട്ടന്മാർ കേട്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഈ കമ്പയിലോട്ട് കയറിയിട്ടൊന്ന് നോക്കുകയാണ്. സോളാറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ട് മേളുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേര് നിജിൻ, റിനീഷ്. രണ്ടുപേരൂടെ ഇപ്പം യാത്രയിലാണ്. അപ്പോൾ ഈ യാത്ര വിജയിച്ച് ഇതിനകത്തുനിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ അത്രയും പേർക്കും വീട് വെച്ച് കൊടുക്കട്ടെ. അപ്പം പൈസ എല്ലാം ഏകദേശം ആയോ? അതോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് കിട്ടിയിട്ടാണ് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെയാണ് ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ തിരുവനന്തപുരം കഴിയുമ്പോഴത്തേക്ക് 5 വീട് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ റൈഡ് മാത്രം ആണോ ഉള്ളല്ലേ? അപ്പം ചേട്ടാ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നിങ്ങൾ ഇതിൽ നിന്ന് പൈസ കിട്ടുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ബാങ്കിൽ ഇടുന്നുണ്ടോ? അതോ അതായത് നമ്മളിപ്പോൾ ഇന്ന് കിട്ടും നമ്മളെ പേഴ്സണൽ അക്കൗണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ഇതിന് വേണ്ടി അല്ല. അപ്പം നമുക്കിത് പുതുതായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ വെച്ചാൽ ഇന്നത്തത് നമ്മുടെ നാളത്തേക്ക് മാറ്റും. നമ്മുടെ കയ്യിൽ വെക്കുന്ന സേഫ് അല്ല. നമ്മൾ ചിലപ്പോൾ എവിടെ കിടക്കാന്ന് പറയാൻ പറ്റും. അപ്പം ഇനിയും 2 ജില്ലയും കൂടെ ഉണ്ട്. ഇപ്പം പത്തനംതിട്ടയായി, ഇനി കൊല്ലം, തിരുവനന്തപുരം. അത് കഴിഞ്ഞാൽ നേരെ പിന്നെ നമ്മൾ കാശ്മീർ. അപ്പം യാത്രയിലെല്ലാം നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. എനിക്കതൊക്കെ ഉള്ളൂ. നമ്മളൊരു തുടക്കക്കാരനാണ്. എന്നാലും എനിക്ക് ഇത്രയൊക്കെ നിങ്ങളുടെ ഒരു കഴിവുകൊണ്ടായിരിക്കാം ഞാൻ ഇത്രയൊക്കെ നിന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ ഇത്രയും നിന്ന് പറയത്തില്ല കേട്ടോ, സത്യം. പിന്നെ ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ചേട്ടന്മാരെല്ലാം ചെയ്തിട്ടുണ്ട്. എനർജി അടിപൊളി. ആ എനർജി നമ്മൾ എന്നിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം നമ്മളും അതാണ് വേറൊരാൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതാവും. അപ്പോൾ ഫോൺ ചാർജിങ് എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ? സ്വിച്ച് എല്ലാ കാര്യങ്ങളും ചേട്ടന്മാരെല്ലാം എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഹോം തിയേറ്റർ എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ ഓക്കെ, കാണാം. നമ്മുടെ ചാനലിലൂടെ സബ് ചെയ്യണം. ഓക്കെ. അപ്പം എന്തായാലും ഇപ്പം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ആരെങ്കിലും കാണണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ സപ്പോർട്ട് ചെയ്യാം ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. ഈ ചേട്ടന്മാരുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇവരും ഈ ഒരു പ്രതീക്ഷയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ നിറവേറ്റി കൊടുക്കുക. എല്ലാവരും വീഡിയോ കാണുക, ഇവരെയും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അത്രയും പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.